ഇവിടെ നമ്മുടെ മഹേഷും ഫാമിലിയും തന്റെ തിരക്കേറിയ ഡോക്ടർ ജോലിയിൽ നിന്ന് ഒരു താൽക്കാലിക റിലീഫ് കിട്ടാൻ വേണ്ടി മൂന്നാറിലേക്ക് ടൂറ് പോകുന്നു. അതേസമയം ആന്റണിയും പിന്നെ ഭാവി കാണാൻ കഴിയുന്ന അവന്റെ അമീർ എന്ന സുഹൃത്തും കൂടി ലോറിയിൽ ലോഡ് എടുക്കാൻ വേണ്ടി മൂന്നാറിലേക്ക് പോവുകയാണ്. വണ്ടിയിലിരുന്ന് പിച്ചിമ്പയും പറയുന്ന അമീറിനെ ഇറക്കി വിടാൻ ലോറിയിലെ കിളി പറഞ്ഞെങ്കിലും ആന്റണി അത് കൂട്ടാക്കിയില്ല. മറുവശത്ത് ചായ കുടിക്കാൻ പുറത്തിറങ്ങിയ മഹേഷും ഫാമിലിയും കാറിന്റെ അകത്ത് താക്കോൽപ്പെട്ട് ആ സ്ഥലത്ത് തന്നെ ലോക്കാകുന്നു. പക്ഷേ രാത്രി ഞങ്ങളുടെ കൂടെ കഴിയാമെന്ന് പറഞ്ഞ് ആ ചായക്കടക്കാരൻ അവരെ ആശ്വസിപ്പിച്ചു. രാത്രിയായപ്പോ ബോർഡർ താണ്ടി ആന്റണിയും ടീമും മൂന്നാറിലേക്ക് എത്തി. കവറേജ് കുറവുള്ള ഏരിയ ആയതുകൊണ്ട് രാവിലത്തെ ടാക്സിയുടെ കാര്യം സംസാരിക്കാൻ വേണ്ടി മഹേഷ് സിഗ്നൽ തപ്പി പുറത്തേക്ക് പോവുകയായിരുന്നു. അവിടെ വെച്ച് ആ തണുപ്പത്ത് രണ്ട് കുട്ടികൾ അവിടെ നിന്ന് സംസാരിക്കുന്നത് മഹേഷിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അവൻ ആരാത് എന്ന് ചോദിച്ച് അടുത്തേക്ക് ചെന്നപ്പോൾ അവർ രണ്ടുപേരും അവിടെ നിന്ന് പെട്ടെന്ന് അപ്രത്യക്ഷമായി. തൊട്ടടുത്ത നിമിഷം ചീറിപ്പാൻ വന്ന ആന്റണിയുടെ ലോറി അവനെ അങ്ങിടിച്ചിട്ടു. പിന്നെ മഹേഷിന്റെ ഭാര്യ ശ്വേത എന്ന് വിളിക്കുമ്പോഴാണ് അവന് ബോധം തന്നെ വരുന്നത്. താൻ കണ്ട കാര്യങ്ങളൊക്കെ ശ്വേതയോട് പറഞ്ഞപ്പോൾ അവൾ അതൊക്കെ അവന്റെ സ്വപ്നമായിട്ട് കണ്ട് വിട്ടുകളഞ്ഞതാണ്. പക്ഷെ മഹേഷിന് തന്നെ ഇടിച്ചിട്ട ആ ലോറിയുടെ നമ്പർ വരെ കൃത്യമായിട്ട് ഓർമ്മയുണ്ടായിരുന്നു. അങ്ങനെ ആ വണ്ടിയെക്കുറിച്ച് അറിയാൻ വേണ്ടി മഹേഷ് നേരെ RTO ഓഫീസിലേക്ക് ചെന്നു. അവൻ വിചാരിച്ചതുപോലെ അതൊരു ലോറിയുടെ നമ്പർ തന്നെയാണ്. പക്ഷെ ആ ലോറി 15 വർഷങ്ങൾക്ക് മുമ്പ് പൊളിച്ചു മാറ്റി. 15 വർഷങ്ങൾക്ക് മുമ്പ് പൊളിച്ചു കളഞ്ഞ ആ ലോറി എങ്ങനെയാണ് ഇന്നലെ രാത്രി തന്നെ ഇടിച്ചിട്ടത് എന്ന ചിന്തയിലായിരുന്നു മഹേഷ്. RTO ഓഫീസിൽ നിന്ന് ആ ലോറി ഉടമയുടെ അഡ്രസ്സ് കിട്ടിയപ്പോൾ കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ വേണ്ടി അയാളുടെ വീട്ടിലേക്ക് മഹേഷ് ചെന്നു. അപ്പോഴാണ് ഒരു വയസ്സായ ആളാണ് ആ ആന്റണി എന്ന് അറിയുന്നത്. ആ ലോറി ഇപ്പോൾ എവിടെയാണ് എന്ന് ചോദിച്ചപ്പോൾ മഹേഷ് അറിഞ്ഞതുപോലെ അത് പൊളിച്ചു മാറ്റി എന്ന് ആന്റണി പറഞ്ഞു. പണ്ട് മൂന്നാറിൽ വെച്ച് നിങ്ങളുടെ ലോറി ഒരാളെ ഇടിച്ചിട്ടില്ലേ, അത് ഞാനാണ് എന്ന് മഹേഷ് പറഞ്ഞപ്പോൾ ആന്റണി ശരിക്കും ഞെട്ടി. എന്താന്ന് വെച്ചാൽ 15 വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെ ഒരു അപകടം സംഭവിച്ചിട്ടുണ്ട്. യാത്ര തുടങ്ങും മുമ്പേ നിങ്ങളുടെ വണ്ടി ഒരാളെ ഇടിച്ചിടും എന്ന് അമീർ പറഞ്ഞിരുന്നു. പക്ഷേ അവന്റെ പേരല്ലാതെ വേറൊരു വിവരം ആന്റണിക്ക് അവനെ കുറിച്ച് അറിയില്ലായിരുന്നു. തനിക്ക് സംഭവിച്ച ഈ കാര്യങ്ങളെക്കുറിച്ച് മഹേഷ് ഒരു സൈക്കോളജിസ്റ്റുമായി ഡിസ്കസ് ചെയ്തപ്പോൾ തന്റെ സ്വപ്നത്തിലുണ്ടായിരുന്ന ആ അമീറിനെ തപ്പി പോകാനാണ് അയാൾ മഹേഷിനോട് പറഞ്ഞത്. അവനെക്കുറിച്ച് അന്വേഷിച്ച് ചെന്നപ്പോൾ മഹേഷിന് അറിയാൻ പറ്റിയത് അവന്റെ സ്കൂൾ കാലഘട്ടം മുതലുള്ള അസാധാരണ കഥകളാണ്. PT ടൈമിൽ അമീറും പിന്നെ ഏഞ്ചൽ എന്ന് പറയുന്ന പെൺകുട്ടിയും ഒരേ സമയം ബോധം കെട്ട് വീഴുന്നു. എന്നാൽ താഴെ വീണ സമയത്ത് ഒരു കല്ലിടിച്ച് അമീറിന് തലപൊട്ടി. കൂടുതൽ വിവരമറിയാൻ അവൻ ആ ഏഞ്ചലിനെ തപ്പി പോയി. അന്നത്തെ ആ ഏഞ്ചൽ ഇപ്പോൾ ഒരു സ്കൂളിലെ ടീച്ചറാണ്. പക്ഷെ അവളൊന്നും അങ്ങോട്ട് വിട്ടു പറയുന്നുണ്ടായിരുന്നില്ല. പിറ്റേ ദിവസം അവളെ കൊണ്ട് എങ്ങനെയെങ്കിലും സത്യം പറയിപ്പിച്ചേ പറ്റൂ എന്ന ചിന്തയിൽ മഹേഷ് ചെന്നു. ഒരുപാട് നേരത്തെ കാത്തിരിപ്പിന് ശേഷം അമീർ ഒരാളെ കൂടി തന്റെ സ്വപ്നത്തിൽ എങ്ങനെ കൊണ്ടുവരാം എന്ന മാജിക് ട്രിക്ക് ഏഞ്ചലിന് പറഞ്ഞു കൊടുത്തിരുന്നു. അവള് അതുപയോഗിച്ച് മഹേഷിനെ തന്റെ പഴയ കുടുംബ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. നേരത്തെ തന്നെ ഏഞ്ചലിന്റെ വീട്ടിന്റെ ഫോട്ടോ അവന് കിട്ടിയിരുന്നു. അത് 2 നില വീടാണ്. ഇപ്പോൾ അവൾ കാണിച്ചത് ഒരു നിലയും. അവൾ വീണ്ടും എന്തോ മറയ്ക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ മഹേഷ് അവളെ ഭീഷണിപ്പെടുത്തി കാര്യം സാധിച്ചു. മഹേഷിനെ അവൾ നേരത്തെ തന്നെ ഒരു സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നതും ആരുടെയോ സ്വപ്നമാണ്. അമീറിനെ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്തെ ഏഞ്ചൽ താഴെ തള്ളിയിട്ട് കൊന്നതാണ്. അത് മറച്ചുവെക്കാൻ വേണ്ടിയാണ് അവൾ ഇത്രയൊക്കെ ചെയ്തത്. അങ്ങനെയാണെങ്കിൽ പിന്നെ 15 വർഷങ്ങൾക്ക് മുമ്പുള്ള ആരുടെ സ്വപ്നത്തിലാണ് ഞാൻ ചെന്നത് എന്ന സംശയമായി ആ സൈക്കോളജിസ്റ്റിന്റെ അടുത്തേക്ക് വീണ്ടും മഹേഷ് ചെന്നു. പക്ഷേ അവനിപ്പോൾ നിൽക്കുന്നതും ഒരാളുടെ സ്വപ്നത്തിലാണ് എന്ന് ഭാര്യ വിളിച്ചുണർത്തിയപ്പോഴാണ് മനസ്സിലായത്.